വർക്കലയിൽ ലഹരി മാഫിയകൾ ഗൃഹനാഥനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ 4 പ്രതികളാണ് പിടിയിലായത്. പോലീസിൽ പരാതി നൽകിയതിന്റെ വൈരാഗ്യത്തിൽ ലഹരി മാഫിയകൾ കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയാണ് ഗൃഹനാഥനെ കൊലപ്പെടുത്തിയത്. 5 അംഗ സംഘം തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയത്. ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായണന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. വർക്കല വെട്ടൂർ സ്വദേശികളായ ഹായിസ്, നൂഹു, സെയ്ദ് അലി, ജാസിം എന്നിവരെയാണ് പിടികൂടിയത്. 5ാം പ്രതിയായ വെട്ടൂർ സ്വദേശി ആഷിറിനെ സംഭവ ദിവസം തന്നെ പോലീസ് പിടികൂടി റിമാൻഡ് ചെയ്തിരുന്നു. ഇതോടെ എല്ലാ പ്രതികളും പിടിയിലായി. പ്രതികളെ വളരെ ശ്രമകരമായ രീതിയിൽ പ്രതികളെ പിടിക്കാൻ പോലീസിനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രതികളെ പിടികൂടിയത് സമ്മാനമുണ്ട്. ഇത് ഈ സംസ്ഥാനത്തിനകത്ത് ഒരു പുറത്ത് തമിഴ്നാട്ടിലേക്ക് പോയിരുന്നു. അവിടെ പോലീസ് എത്തിയിരുന്നു. അങ്ങനെ പോയിരുന്നു. ഞാൻ ദിവസം താഴെ വെട്ടൂർ തീരത്തോട് ചേർന്ന് ഷെഡ് കെട്ടിയുള്ള പ്രതികളുടെ ലഹരി ഉപയോഗവും ഷാജഹാനും ബന്ധുവും ചോദ്യം ചെയ്യുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഇതിന്റെ പിന്നാലെയാണ് രാത്രിയുടെ മറവിൽ 5 അംഗ സംഘം ഷാജഹാനെ തീരത്തോട് ചേർന്ന് കുറ്റിക്കാട്ടിൽ പതിയിരുന്ന് ആക്രമിച്ചത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഷാജഹാനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വർക്കല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ SHO പ്രവീൺ JS, ഐരൂർ SHO ശ്യാം എന്നീ സംഘങ്ങളാണ് പ്രതികളെ പിടികൂടിയത്. തമിഴ്നാട് നാഗർകോവിൽ വഴി തിരുവനന്തപുരത്ത് നഗരത്തിലെത്തി എന്നുള്ള വിവരം ലഭിച്ചതിനെ തുടർന്ന് തന്ത്രപരമായ നീക്കത്തിലൂടെ ബലപ്രയോഗത്തിലൂടെയാണ് പ്രതികളെ കീഴ്പ്പെടുത്തിയത്. വർക്കല.